Every day in my life seems like I'm at my night. In shining armor, you came for me in light. There is no one anywhere in the world I can trust for sure. To hold my hands all the way, my life lies ahead of me. Blinding lights all around, but I don't hear a sound. Your voice is in my head and my heart is filled with song. Every day in my life seems like I'm at my night. In shining armor, you came for me in light. ഡാം 999 ഒരു അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മുടെ ഏരീസ് പ്ലെക്സിലെ OD1 റിലീസ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിത്രം റിലീസ് ചെയ്യുന്നു. ഒട്ടനവധി വിവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങളും ഒക്കെ സ്വന്തമാക്കിയ ഈ ചിത്രം ഇപ്പോൾ 4K ഡോൾബി അറ്റ്മോസ് സംവിധാനത്തിലാണ് റിലീസിനായി ഒരുങ്ങിയിരിക്കുന്നത്. പ്രേമിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ സർ സോഹൻ റോയിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് 4 കുട്ടികളാണുള്ളത് എൻ്റെ ലൈഫിൽ. ഒന്ന് എൻ്റെ 2 ഇരട്ടക്കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഏരീസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഏരീസ് എൻ്റെ 3ാമത്തെ കുട്ടിയാണ്. 4ാമത്തത് ഈ ഡാം 999 ആണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ളത്. ആ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ടാവാം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്തത് സിനിമാ സംവിധാനം പഠിക്കാനായിട്ട് കമൽ സാറിൻ്റെ അടുത്ത് പോകുന്നൊരു സംഭവം ഉണ്ടായി. ഞാനും ദിലീപ് ഒരേ ദിവസം സംവിധാനം പഠിക്കാൻ ചെന്നതാണ് വിഷ്ണു ലോകത്തിന്. പക്ഷെ അന്നത് എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിനുശേഷം ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ എനിക്കറിയാം ഒരിക്കലും ഒരു പ്രൊഡ്യൂസറും എനിക്ക് വേണ്ടി എത്തില്ല. അത് ആ സിനിമയ്ക്ക് വേണ്ടി സ്വയം പണം കണ്ടെത്തണം. അതിനുവേണ്ടി ഏതാണ്ട് 16 വർഷമാണ് ഞാൻ അതിനുവേണ്ടി കാത്തിരുന്നത്. കാര്യം അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താൻ വേണ്ടി ആ പണം കണ്ടെത്തി അതുവരെയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് ചെയ്ത ചിത്രമാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ മറ്റാരുമല്ല, ആ പണത്തിന് എന്നോടൊപ്പം തന്നെ തുല്യ അവകാശമുള്ള എൻ്റെ വൈഫാണ്. ഞാൻ എൻ്റെ വൈഫിനെ വേദിയിലേക്ക് ഒന്ന് വിളിക്കുന്നു. അഭിനി ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. കാര്യം ഈ പ്രൊഡ്യൂസർ സമ്മതിച്ചില്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല. This was a really wonderful experience in cinema, and I think it is a foundation for all future Oscar aim ചെയ്തിട്ടുള്ള സിനിമകൾക്കെല്ലാം this is the foundation. I think really he has done the great job. Thank you.